കുറച്ച് നേരത്തെ എണീച്ചിട്ടുണ്ട്. ഉമ്മാന്റെ പല്ലിൽ എന്തെല്ലാം കംപ്ലൈന്റ് ആയി പോലും റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടിട്ട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. അതിനെന്നെ വിളിച്ച് എണീപ്പിച്ചാണ്. ഞാൻ ഈ കുടിക്കുന്നത് ചായ ഒന്നല്ല കേട്ടോ, ചൂടുവെള്ളം. ഒരു ദിവസം മുമ്പ് എന്റെ പെരടി ഉളുക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ വേദന ഇപ്പോഴും പോയിട്ടില്ല. അത് ഞാൻ ഇങ്ങനെ തൊട്ടോക്കുന്നത്. ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വന്നോക്കുമ്പോൾ രാവിലെ തന്നെ ഇവിടെ പാസ്റ്റൽ ഉണ്ടാക്കി വെച്ചു. എനിക്ക് രാവിലെ ഇങ്ങനത്തെ ഒന്നും തിന്നു ഇഷ്ടമില്ല, ഛർദ്ദിക്കാൻ വരും. ഇതൊക്കെ നൈറ്റ് രാത്രിയൊക്കെ തിന്നേണ്ട സാധനമാണ്. ഒരു കോമ്പിനേഷൻ ഇല്ലാണ്ട് ഇവിടെ ഫുഡെല്ലാം ഉണ്ടാക്കുന്നത്. എന്ത് ചെയ്യാനാ, വിശക്കുമ്പോൾ തിന്നാലേ പറ്റുള്ളൂ. ഞാൻ കുറച്ച് പാസ്ത മനസ്സോടെ എടുക്കുന്നുണ്ട്. ഇവിടെയുള്ള ചെറിയ ചെക്കനില്ല, അവന് വേണ്ടി ഉണ്ടാക്കിയത്. അവനിക്കാണ് പാസ്ത ഭയങ്കര ഇഷ്ടം. ഭാഗ്യത്തിന് ഇപ്പോഴത്തെ പ്ലേറ്റ് നോക്കുമ്പോൾ ഇതിനകത്ത് 10. അപ്പം പിന്നെ പാസ്ത വേണ്ട ആവശ്യമില്ല. പാസ്ത കുറച്ച് മാറ്റി വെച്ചിട്ട് ഒരു 10 എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല മുട്ടക്കറി ഉണ്ട്. ഇത് രണ്ടും ഞാൻ കണ്ടില്ല, അല്ലെങ്കിൽ ഞാൻ ആ പാസ്ത തിന്നണ്ട വന്നേനെ. എനിക്കത് തിന്നുന്നോട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ എനിക്ക് രാവിലെ ഇങ്ങനത്തെ ഒന്നും ഇറങ്ങൂല. എനിക്ക് രാവിലെ കുറച്ച് ലേറ്റ് ഫുഡാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞില്ല, ഇവിടെയുള്ള ചെറിയ പിള്ളേരുണ്ട്, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഓരോ സാധനം. മാഗി, പാസ്ത സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കി കൊടുത്തതാണ്. അതിൽ ബാക്കിയുള്ളത് എനിക്ക് വേണ്ടി വെച്ചതാണ്. നിങ്ങൾക്ക് വിരോധം ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളടുത്ത് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ഇട്ടേരും. ഒരു ലൈക്ക് മതി, വേറെ ഒന്നും നിങ്ങൾ തരുമൊന്നും വേണ്ട. ഞാൻ ആ പാസ്ത ഒരു കഷ്ണം എടുത്ത് തിന്നോക്കിയേ, പക്ഷെ സത്യം പറയാൻ കൊള്ളൂല. അത് നല്ല ചൂടോടെ തിന്നുണ്ടത്, അതും നൈറ്റൊക്കെ തിന്നണം. ഞാൻ പിന്നെ അത് തിന്നിക്കില്ല, 10 മാത്രം എടുത്ത് തിന്നു. എനിക്ക് ഇപ്പോഴും ആ കഴുത്ത് വേദന അങ്ങനെ നിൽക്കുന്നുണ്ട്. ഹൊറർ ഗെയിം കളിച്ചിട്ട് കഴുത്ത് ഉളുക്കി പോയത്. അങ്ങനെ പുറത്ത് വന്നിട്ട് കുറച്ച് പച്ചപ്പിലെല്ലാം കാണുന്നുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ മുമ്പിൽ തന്നെ ഇരുന്നിരുന്ന് എന്റെ കണ്ണ് ഭയങ്കരമായിട്ട് ബ്ലറാവുന്നുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്റെ കണ്ണ് അടിച്ചു പോകുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഈ പച്ചിലെല്ലാം കണ്ടു കഴിഞ്ഞാൽ കണ്ണ് കുറച്ചും കൂടി ഹെൽത്തി ആണെന്നാണ് പറയുന്നത്. എത്രത്തോളം സത്യമെന്ന് എനിക്കറിയില്ല. അതൊക്കെ നോക്കിയിരുന്ന സമയം കുറെ പോയി. 1:30 അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ ഏകദേശം 1 മണിയാവാനായിട്ടുണ്ട്. എന്നാ പോയിട്ട് ഒന്ന് കുളിച്ചേക്കാം. എല്ലാന്നും കുളിക്കുന്ന ഒരുത്തരൊന്നല്ല, എന്നാലും ഒന്ന് കുളിച്ചേക്കാം. ഞാൻ ക്യൂട്ടാൻ വേണ്ടിട്ട് ക്ലിപ്പ് എടുത്ത് കുത്തിയതെന്ന് വിചാരിക്കണ്ട. ഞാൻ കുളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഇതേപോലെ രണ്ട് സൈഡിലായിട്ട് ക്ലിപ്പ് കുത്തും. അപ്പൊ എന്റെ മുടി ഇങ്ങനെ ഇരിക്കും. രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ കിടക്കും. അതിന് വേണ്ടിയിട്ട് ഇടുന്നതാണ്. മിനിമം 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഞാൻ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇതേപോലെ കിട്ടും. ഡെന്റലിന്റെ ക്ലിനിക്ക് പോകുന്നതുകൊണ്ട് തന്നെ അധികം മൊഞ്ചാൻ നിൽക്കില്ല. ഞാൻ ഒരു വാച്ചും കിട്ടി, ഒരു സ്പ്രേ. ഞാൻ എങ്ങനെ പോയാലും ബ്ലാക്ക് ടീഷർട്ടാണ് ഇടുന്നത്. ഒരു സ്പ്രേ അടിച്ച് അതിന്റെ മണ്ടക്ക് വേറൊരു സ്പ്രേയും കൂടി കുറച്ചുകൂടി മണക്കട്ടെ. ഇത് എന്റെ മോതിരത്തിന്റെ കളക്ഷൻസ്. അതിന്റെ അകത്തുനിന്ന് ഒരു മാല എടുത്തിട്ടുണ്ട്, ഒരു മോതിരം. വലിയ എന്തെങ്കിലും പരിപാടി ആണെങ്കിൽ വലിയ മോതിരം എടുക്കും, അല്ലെങ്കിൽ ചെറിയ 2 മോതിരം. ചുമ്മാ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു രസമാണ്. അങ്ങനെ എന്റെ വാളറ്റും എടുത്ത് അങ്ങനെ ഇതിന്റെ അകത്തുനിന്ന് ഏത് ഷൂ എടുക്കുന്നുള്ള കൺഫ്യൂഷൻ ലാസ്റ്റ് ഞാൻ ഈ ഷൂ തന്നെ സെലക്ട് ചെയ്തു. മംഗളത്തിനൊന്നല്ലല്ലോ പോകുന്നതാണ്, ഇത്രല്ല മതി. ഫൈനൽ ലുക്ക് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ ഏകദേശം എല്ലാ സമയത്ത് തന്നെ കാണല്. ഈ ബ്ലാക്ക് ടീഷർട്ടും ബ്ലാക്ക് പാന്റും. എന്റെ റൂമൊക്കെ ഫുള്ള് കൊളായി കിടക്കുന്നുണ്ട്, അത് മൈൻഡാക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് മോനെ. ഇവിടെയാണ് ഹോസ്പിറ്റൽ. പക്ഷെ ഈ ഹോസ്പിറ്റലിൽ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഡെന്റലിന്റെ ഹോസ്പിറ്റലിൽ ഇതൊരു സെന്ററാണ്. ഈ പുഷും പുള്ളും എപ്പോഴും എന്റെ അടുത്ത് മറന്നു. ഭാഗത്തിന് ഇവിടെ ഈ ചിത്രം വെച്ചതുകൊണ്ട് എനിക്ക് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ ഊമ്പിപ്പോയി. ഇവിടെ വന്ന കൂടെ ഫുള്ള് തിരക്ക്, കുറെ ആൾക്കാർ. ഞാൻ ആരെയും ഫേസ് ഒന്നും എടുക്കുന്നില്ല, പക്ഷെ നിങ്ങൾ ആൾക്കാരെ കണ്ടു. പിന്നെ നല്ല TV AC ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ സോഫയിൽ ഇരുന്നിട്ട് കുറെ സമയം TV കണ്ടുകൊണ്ടിരുന്നു. TV കണ്ട് എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വന്നിട്ട് നമ്മളെ വിളിക്കുന്നില്ല, ബാക്കി എല്ലാവരും വിളിച്ച്. ഞാനപ്പം നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ടർ നേരെ ATM ബാങ്കിലേക്ക് പോയി. കുറച്ച് പൈസ എടുക്കാനുണ്ടായിരുന്നു. ATM എല്ലാം ക്ലിക്ക് ചെയ്തിട്ട് കുറെ ദിവസമായി. അതിൻ്റെ ഉള്ളിൽ കാർഡ് ഇട്ടിട്ട് എന്തെങ്കിലും ഒച്ചെല്ലാം വന്നു. ഞാൻ വെച്ചാൽ കാർഡെല്ലാം കുടുങ്ങിപ്പോയി. അങ്ങനെ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഇറങ്ങി അവിടെ മഴ പെയ്ത് എന്റെ ഹെൽമെറ്റെല്ലാം നനഞ്ഞ് കുളിച്ച് തിരിച്ച് ഞാൻ ഈ ഡെന്റൽ ക്ലിനിക്കിൽ തന്നെ വന്നിട്ടുണ്ട്. ഞാൻ വന്നപ്പോഴത്തേക്ക് ഉമ്മാന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ അതും കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി മോനെ. ഞാൻ അവിടെ എത്തിയത് 1:35-40 എല്ലാം കഴിഞ്ഞ് പുരക്കെത്തിയത് 3:30-4 മണി. ഉമ്മ ഇന്ന് കാണിക്കാൻ പോയോണ്ട് തന്നെ ഉച്ചക്ക് ചോറൊന്നും വെച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. എന്തെങ്കിലും പോയിട്ട് വാങ്ങിക്കണം. ഞാൻ എന്റെ സാധനങ്ങളൊക്കെ എടുത്ത സ്ഥലത്ത് തിരിച്ചു കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ഇനി എവിടെയെങ്കിലും പോയിട്ട് നല്ല ഫുഡ് വാങ്ങിക്കണം. ഞാൻ ബിരിയാണി വാങ്ങിച്ചാലോ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഫോണും വണ്ടി എടുത്ത് നേരെ ഞാൻ ഒരു ഹോട്ടലിൽ വന്നു. ഇവിടെ ഗ്ലാസും കൂട്ടി കുറെ എന്തൊക്കെയോ സാധനം ഉണ്ട്, പക്ഷെ ഇതൊന്നും കണ്ടിട്ട് എനിക്ക് കൊതി തോന്നുന്നില്ല. ആകെ ഇവിടെ ഒരു കോഴി വരച്ച കാണുന്നുണ്ട്, അതിൽ മാത്രം എന്റെ കണ്ണ് പോയിട്ടുള്ളൂ. അങ്ങനെ ഞാൻ എനക്ക് വേണ്ട ഒരു ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട്. ഇവൻ ഇതെങ്ങനെ മണത്ത് കണ്ടുപിടിച്ചെന്ന് എനിക്ക് മനസ്സിലാത്ത. ഞാൻ എപ്പോഴും എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരുമ്പോൾ ഇവൻ ഇവിടെ കാത്തിരിക്കും. ഈ പൂച്ചക്ക് 6th സെൻസ് ഒന്നുമില്ല, 10th സെൻസ് എങ്ങനെ തോന്നുന്നു. എന്റെ വണ്ടിയും കൊണ്ട് പുറത്തു പോകുമ്പോൾ എനിക്ക് അറിയാം ഞാൻ എന്തോ വാങ്ങിക്കാൻ പോയതാന്ന് തോന്നുന്നു. എനിക്ക് എന്റെ ഇവിടുത്തെ പൂച്ചനെക്കാട്ടും കൂടുതൽ ഇഷ്ടം ഇതിനെ കേട്ടാ. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇതിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവൻ ഭയങ്കര ഫ്രണ്ട്ലി. ഇവന്റെ ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി എനിക്ക് കുണ്ടിക്കടിക്കുന്നതാണ്. ഇവന്റെ കുണ്ടിക്ക് ഇങ്ങനെ അടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കുറെ സമയം ഇങ്ങനെ വെച്ചിരുന്നു, ഒന്ന് അടിച്ചു നട്ടിക്കണ്ട കുണ്ടി കാണിച്ചു തരുന്നുണ്ടോ ചെക്കെ. ഒരു കള്ള പൂച്ചയാണ്. ഓറഞ്ച് കാറ്റായതുകൊണ്ട് തന്നെ ഇനി ഭയങ്കര ഹൈപ്പാണ്. അതായത് ചുമ്മാ നിൽക്കൂല, ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റി ആയിട്ടുള്ള ഒരു പൂച്ചയാണ്. ഈ ഓറഞ്ച് കാറ്റിന് ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്ന കേട്ടിന് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത്. ഒരു സ്ഥലത്ത് നിൽക്കൂല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടാക്കി നടക്കും. ഇത് ബിരിയാണി മണത്തിട്ടുള്ള സ്നേഹം കാണിക്കലാട്ട. തിന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പരിസരത്ത് ഉണ്ടാവില്ല, ഏടിങ്ങ് പോയിട്ടിരിക്കും. മണം അവന്റെ മൂക്കിൽ അടിച്ചു കയറിയിട്ടുണ്ട്. ആടെ വീടെല്ലാം ഇട്ട് ഒരച്ചിട്ട് നമ്മളെ മയക്കുന്നുണ്ട്. ഓനെ തടവിയിട്ട് അവന്റെ രോമം പാറിയിട്ട് എനിക്ക് തുമ്മല് വന്നു. വെച്ചിട്ടാണ് കുടല് കരിയുന്നു മോനെ, അത് വേറെ കാര്യം. ഞാൻ വേഗം കൈയും കൈയിട്ട് ബിരിയാണി എടുത്ത് ഈ വിശന്നിരിക്കുമ്പോൾ മുന്നിൽ ബിരിയാണി ഉണ്ടല്ലോ, അത് തിന്നാലോ, അത് തിന്നാ വയറ് നിറയല്ലോ എന്നല്ല ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം.
ഞാൻ അവന്റെ അടുത്തൊരു 4 പ്രാവശ്യം പറഞ്ഞേക്കും എനിക്ക് ലെഗ് പീസ് വെക്കല്ലേ എനിക്ക് ലെഗ് പീസ് വേണ്ട, വേറെ എന്തെങ്കിലും പീസ് വെക്കണം എന്ന് അവന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അവൻ കേട്ടത് ലെഗ് പീസ് വെക്കണം എന്നാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ലെഗ് പീസ് എന്നെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഈ പ്ലീസ്. കുറച്ച് കച്ചമ്പർ ഒറ്റിച്ച് പിന്നെ ഇത് മാങ്ങാച്ചാറാൻ തോന്നുന്നുണ്ട്, അത് വിട്ട് ഇങ്ങനെ 2 കൊച്ച് തിന്നാൻ പോണ. ആരും കൊതിയൊന്നും വെക്കല, എല്ലിലെ കഴുത്തെ കുളിക്കിട്ട് ഇനി വയറിളക്കം കൂടി അതിന്റെ കയ്യിൽ അങ്ങനെ കുഴച്ചിട്ട് തിന്ന എന്ത് ടേസ്റ്റ് എന്നറിയാൻ വിശന്നിരിക്കും. ഈ ചിക്കൻ്റെ അകത്ത് ഒന്നുമില്ല സത്യം പറയാൻ. ഞാൻ പിടിച്ച് വലിച്ചു നോക്കിയാൽ വെറും ഒരു കൊട്ട് മാത്രം, ഒരു നല്ല പീസ് അതിന്റെ അകത്തില്ല. അതിനെ പറ്റിച്ച് എന്റെ 130 ഉറുപ്പ്യ പോയി. ഞാൻ തിന്നിട്ട് എനിക്ക് കൊടുക്കാന്ന് വിചാരിച്ചതാണ് കൊട്ട്. അതിന്റെ മുമ്പേ വീട്ടിന്റെ ഉള്ളിൽ കയറി വന്ന് കരയുന്നുണ്ട്. എന്റെ ഇവിടുത്തെ പൂച്ച പോലും ഇങ്ങനെ ചെയ്യാറില്ല എന്റെ വീട്ടിന്റെ ഉള്ളിൽ കയറി വന്നിട്ട്. ഇവന് ഭയങ്കര അരട്ടാണ്. കരഞ്ഞ് മനസ്സിന് ചെവിക്ക് സ്വൈര്യം തരാത്തോണ്ട് ഞാൻ ആ കൊട്ടെടുത്ത് അങ്ങനെ കൊടുക്കുന്നുണ്ട്. തിന്നുന്നതിന്റെ ഇടക്കുന്ന എണീച്ച് പോയിട്ട് കൊടുക്കുന്നതാണ് ഇത്. മൈ തിന്നോട്ടെ, മണം പിടിച്ചിട്ട് അവിടെ നിന്ന് മണത്ത് ചാവണ്ടെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. തിന്നുന്ന കാര്യത്തിൽ എന്റെ ഇവിടുത്തെ മറ്റേ പൂച്ചയാണ് സൂപ്പർ. അവൻ ഒറ്റയടിക്ക് ബുതും തൊട്ട് ബുദ്ധിങ്ങി തിന്നു. ഇവൻ നക്കിട്ട് മണപ്പിച്ചക്കിട്ടല്ല തിന്നുള്ളൂ. അടുത്ത ഒരുത്തനെ കാണിച്ചിട്ട് ഇവനാണ് മറ്റേ പാസ്ത അഡിക്റ്റ്. അനക്ക് രാവിലെ ബാക്കി വെച്ച പാസ്ത എന്റെ അടുത്ത് വന്ന് ചോദിച്ചു നീ പാസ്ത തിന്നുന്നുണ്ടോ? ഞാൻ പറയില്ല, ഞാൻ ബിരിയാണി തിന്നു. അപ്പം തന്നെ പോയിട്ട് ആ ബാക്കി പാസ്തയും കൂടി എടുത്ത് തിന്നിട്ട് അതിന്റെ ചെമ്പ് നക്കി വടിക്കുന്ന നോക്കി. ഞാൻ പായസൊക്കെ ഇതേപോലെ നക്കി വടിക്കുന്നുണ്ട്, ഞാൻ പാസ്തയൊക്കെ ഇതേപോലെ ചെമ്പ് നക്കി വടിക്കുന്നത് ആദ്യമായിട്ട് കാണും. ഇവനിക്ക് വേണ്ടിയിട്ടാണ് പാസ്ത ഉണ്ടാക്കി കൊടുത്തത്. രാവിലെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് തിന്ന്, രാവിലെയും തിന്നു, വന്നിട്ട് ഉച്ചക്കും ഇതാ തിന്നുന്നത്. എന്നിട്ട് പൂതി മറിക്കില്ല, ഇന്നൊരു പ്ലേറ്റും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ തിന്നു. അങ്ങനത്തെ നക്കളെ നക്കുന്നു. ഇതൊക്കെ ഇവിടെ കുറെ കൂട്ടം കൂടിയിട്ട് വന്നിനി. മറ്റേ പൂച്ചേനെ 2 പായിപ്പിച്ച് ഇതാ എന്റെ പൂച്ച ഇതാ വരുന്നത്. എന്റെ പൂച്ച എന്നൊന്നും പറയാൻ പറ്റൂല, ഇവിടെ വളർത്തിയതാണ്. പക്ഷെ പിന്നെ ഇപ്പൊ ഫുള്ള് തെണ്ടി ജാടി ആയിട്ടുണ്ട്. ഇവനിപ്പോ കുറച്ചുകൂടി നല്ല. ഇവനിക്ക് ഇപ്പൊ എന്റെ അടുത്ത് സ്നേഹം. ഞാൻ പാല് കൊടുത്ത പൂച്ച ഇപ്പൊ എന്റെ അടുത്ത് അത്ര സ്നേഹമില്ല. ഞാൻ കൊടുത്ത പാലല്ല, മിൽമ പാലാണ്. ഓക്കെ, ആ നായാണ് കുറച്ച് സീൻ. ഇവര് രണ്ടും അത്ര വലിയ സീനില്ല. ഇവര് കുറച്ചും കൂടി പാവപ്പെട്ട നായ്ക്കൾ. ഐ മീൻ പാവം, നല്ല ദയുള്ള നായ്ക്കൾ. പിന്നെ ഞാൻ മൈൻഡ് ആക്കൂല, പോടാ എത്ര കടിക്കൂല എത്ര ഫ്രണ്ട്ലിയാന്ന് വിചാരിച്ചാൽ പോലെ എനിക്ക് നായ ഇങ്ങനെ ഇത്ര അടുത്തൊക്കെ വരുമ്പോൾ പേടിയായി. ഞാൻ കുറച്ച് വാതിലെ കൂട്ടി ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ട്. അഥവാ തുള്ളിക്കാലങ്ങനെ കടിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ മറ്റവന് ഇട്ടുകൊടുത്ത് മറ്റവന് അതിലുള്ള ചിക്കനൊക്കെ തിന്നിട്ട് അതിലെ കൊട്ടി ഇവർക്ക് തിന്നൂലല്ലോ പൂച്ച. ഈ കൊട്ടൊക്കെ നായ്ക്കളെ തിന്നാന്, പൂച്ച തിന്നൂല. അവനൊരു കഷ്ടം പോലും കിട്ടിക്കില്ല, അതിന്റെ നോട്ടാണ് നോക്കുന്നത്. അവിടെ എല്ലാം നക്കി ചേതി മൊത്തം നാറ്റിച്ചിട്ടുണ്ട് നായ്ക്കൾ. ഫസ്റ്റ് വരണം, ഫസ്റ്റ് വന്നാലേ എനിക്ക് ഇന്ന് കിട്ടും. ജാടയെത്തേണ്ടി ആ പൂച്ചനെ കണ്ടിട്ട് നിങ്ങൾക്ക് അധികം സങ്കടമൊന്നും ആവശ്യമില്ല കേട്ടോ. കാരണം ആ തിന്ന് തടിച്ച് പോത്ത് പോലെ ആയിരുന്നു. അവന് എല്ലാ ഭാഗത്തുനിന്നും പോയിട്ട് തിന്നല പണി ആ പൂച്ച. ഇവിടുന്ന് തിന്നാൻ കിട്ടിക്കില്ലെങ്കിൽ അപ്പുറം പോയിട്ട് തിന്നും നല്ല പോലെ. അങ്ങനെ എല്ലാത്തിനും പായിപ്പിച്ച് ഒരുത്തം മാത്രം ഉള്ളിക്ക് ഒളിച്ച് നിന്നിട്ടുണ്ട്. ഇവന്റെ ജാട കാരണം ഇവനിക്ക് ഞാൻ കുറച്ച് വെള്ളം അടിച്ചു കൊടുത്തതാണ്. ഓടി കണ്ട വെറും ജാടയാണ്. ഇപ്പൊ വിളിച്ചാലൊന്നും വരുന്നില്ല. അങ്ങനെ ചേരി മൊത്തം കഴിയല്ല. ഇവിടെയൊക്കെ നായ്ക്കള് നക്കി. നിന്നോടാ പറയുന്നത്, ഇറങ്ങിപ്പോടാ. ഇവനിക്ക് ഇതിന്റെ ഉള്ളിൽ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നായ്ക്കളും ആരും ഒന്നും ശല്യം ചെയ്യത്തില്ല. എനിക്ക് സമാധാനത്തിൽ കിടന്നുറങ്ങാതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് എന്നാ ഒരു ഡാൻസ് കണ്ടാലോ? എന്ത് പറയുന്നു? ശിശിലക്കുട്ടിയുടെ ആട്ടിൻകുട്ടി, ശീത്തുക്കുട്ടി, ചീച്ചിക്കുട്ടി, ശിശിലക്കുട്ടിയുടെ ആട്ടിൻകുട്ടി. ഇതിനെ കുറെ സമയം എടുത്ത് കളിക്കാൻ പറ്റില്ല. ഈ പൂച്ചനെ കുറെ സമയം എടുത്ത് കളിച്ച പിന്നെ ഒരു മാന്തലുണ്ട്. എനിക്ക് വയ്യ ടി അടിക്കാൻ. ഈ പൂച്ചയുടെ മാന്ത് കൊണ്ട് മാത്രം ഞാൻ കുറെ ടി അടിച്ചിട്ടുണ്ട്. പൈത വയ്യ എന്റെ അടുത്ത് നിങ്ങളൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. ഞാൻ സുന്ദരനല്ലേ ഗൈസ്? ഇന്ന് ഞാൻ ചോദിച്ചിട്ടില്ല, മറന്നുപോയി. എന്റെ ലോങ് ഹെയർ ആണോ അല്ലെങ്കിൽ ഈ പുതിയ ഹെയർ കട്ടാണോ ഇഷ്ടപ്പെട്ടത്? മുടി മുറിച്ചിട്ട് ഇത് സെറ്റ് ആണോ എന്ന് പറയുന്നത്? പറ ഞാൻ സുന്ദരനാണെങ്കിൽ സുന്ദരനെന്ന് കമന്റ് ചെയ്യും. എനിക്കത് വായിച്ചിട്ട് വേണം കുറച്ച് ബ്ലഷ് ആവാൻ. പച്ചവെള്ളം അത് ഞാൻ കുടിക്കാറില്ല, രോഗാണുക്കൾ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ വെള്ളം ചൂടാക്കിയിട്ട് മാത്രമേ കുടിക്കാറ്. എനിക്ക് പണ്ട് ടോൺസിൻസ് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പിന്നെ പച്ചവെള്ളം കുടിക്കാറേ ഇല്ല, ഫുള്ള് ചൂടുവെള്ളം മാത്രം കുടിക്കാറ്. പക്ഷെ എന്തായാലും ഞാൻ ഇടയ്ക്ക് തണുത്ത എന്തെങ്കിലുമൊക്കെ കുടിക്കും. പക്ഷെ മോസ്റ്റ് ദിവസം മുഴുവനും ഞാൻ ചൂടുള്ള സാധനങ്ങൾ മാത്രമേ കുടിക്കാറ്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. രാവിലെ തുടങ്ങുമ്പോൾ തന്നെ വെള്ളം കുടിച്ചിട്ട് തുടങ്ങാൻ. നിങ്ങൾ കണ്ടിട്ടില്ല, എനിക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര ഇഷ്ടം, എന്താണെന്ന് അറിയില്ല. അപ്പൊ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ എന്റെ ക്യാമറ എടുത്ത് മുകളിലേക്ക് പോവാ. ഇതിലാട്ടെ ഞാൻ ബ്ലോഗൊക്കെ എടുക്കല്. ഇനി എന്ത് ചെയ്യണം? ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി പോയിട്ട് നല്ലൊരു ഉറങ്ങണം. വയറ് ഫുള്ളായിട്ട് കിടന്നുറങ്ങാൻ നല്ല സുഖമാണ്. അങ്ങനെ കിടന്നിട്ട് കുറച്ച് സമയം റീല് തോണ്ടുന്നുണ്ട്. ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചത്, അതും കുറെ തെണ്ടി വണ്ടിയും കൊണ്ടാണ്ട് ഞാൻ കുറച്ച് ടയർഡായി. അങ്ങനെ ഉറങ്ങിയിട്ട് ഒരു 7 മണി 6:59 ഞാൻ അങ്ങനെ എണീച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെ ഉറങ്ങി എണീച്ച് പിന്നെ വിശക്കും. ഉറങ്ങി എണീച്ചപാട് എനിക്ക് എന്തെങ്കിലും തിന്നണം. ഞാൻ ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പോൾ ഉമ്മാന്റെ തേങ്ങയും മുട്ടയും എന്തെല്ലാം കവറൊക്കെ ഇതിന്റെ അകത്തുള്ളത്. തിന്നുന്ന ഒരു സാധനം ഇതിന്റെ അകത്തില്ല. സങ്കടകരമായിട്ട് ഫ്രിഡ്ജും പൊട്ടി പോകുന്നുണ്ട്. അങ്ങനെ തപ്പി എനിക്കൊരു പഴം കിട്ടി. പഴമാണെങ്കിൽ പഴം, ഈ പഴമാണ് പണ്ടാരാണെങ്കിൽ ഇത് കെട്ടിട്ടുണ്ട് ഓരോ സൈഡും. കട്ട പഴമാണെങ്കിൽ സാരില്ല, തിന്നാൻ എനിക്ക് വിശക്കുന്നു. ഞാൻ എവിടെയെങ്കിലൊക്കെ ഇരിക്കും ഇതേപോലെ കഴിയിരിക്കട്ടെ, മടങ്ങി ഒടിഞ്ഞിട്ട് മറ്റേ ഒരുമാതിരി ഡബിളി പോലെയൊക്കെ. അത് ഞാൻ ശീലിച്ചു പോയി.
എനിക്ക് നേരെ ഇരിക്കാൻ പറ്റൂല. ഞാൻ പഴം തിന്നു കണ്ടിട്ട് ഇവരെന്റെ അടുത്ത് പറഞ്ഞു ഇവിടെ പായസം ആക്കിയിട്ടുണ്ട്, നീ എന്താ അത് കണ്ടിട്ടില്ലേ? ഞാനിത് കണ്ടിട്ടില്ല, ഞാൻ ചുമ്മാ പഴം തിന്ന് സ്കാമായി ഗൈസ്. അങ്ങനെ ഞാൻ പായസം കുടിക്കാൻ വേണ്ടിട്ട് പായസം എടുത്ത് ഇവിടെ ഒരാൾ ഇതാ ബിരിയാണി ചെമ്പില് പായസം കുടിക്കുന്നു. എടാ പായസമാണ് ഇത്, കഞ്ഞിയല്ലടാ. കഞ്ഞി കുടിക്കുന്ന പോലെ വലിയ 2 കപ്പക്കകത്ത് പായസം കുടിക്കും. ഞാൻ ഇവിടെ ഒരു ഗ്ലാസിനകത്ത് പായസം കുടിക്കും. ഇവർക്ക് പിന്നെ പഞ്ചസാര ഇത് കലക്കി കൊടുത്താലും കുടിക്കും. പഞ്ചസാര, ചോക്ലേറ്റ്, മുട്ടായി, ലേസ്, അത് ഇത് ഇങ്ങനത്തെ സാധനം മാത്രമേ തിന്നു. ചോറും കറിയും ഒന്നും തിന്നൂല, നല്ല ഫുഡ് ഒന്നും തിന്നൂല, ഇങ്ങനത്തെ സാധനം മാത്രമേ തിന്നുള്ളൂ. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് വന്നിട്ട് എത്തിനോക്കുന്നതായി. ആക്ച്വലി നല്ല രാത്രി ആയിട്ടുണ്ട് കേട്ടാ. സത്യം പറഞ്ഞാൽ പായസം കൊള്ളൂല, അതിൽ മധുരമൊക്കെ ഭയങ്കര കുറവായിരുന്നു. ഞാൻ അങ്ങനെ മുകളിൽ വന്നിട്ട് ചുമ്മാ ഇങ്ങനെ ഇരുന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടി. അപ്പൊ ഇവിടുത്തെ നോക്കി അന്തരീക്ഷം ഒരുമാതിരി ഹൊറർ വൈബില്ലേ ഫുള്ളായിട്ട്. അനക്കെന്നെ കണ്ടിട്ട് പേടിയായിരുന്നു, ഇവിടെ വല്ല പ്രേതങ്ങാനും ഉണ്ടാവുന്നുള്ള രീതിക്ക്. ഞാൻ പേടിച്ച് പോയി പേടിച്ചു. ഞാൻ ഇവിടെ നിലത്തിരുന്നിട്ട് എന്താ ചെയ്തെന്നറിയോ? എന്റെ ഗെയിമിംഗ് ചാനലിൽ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് ഒരു തമ്മിൽ ഉണ്ടാക്കുന്നതാണ്. ചെല്ലാം ഇങ്ങനെ നിലത്തൊക്കെ ഇരുന്നിട്ടുള്ള പണിയെടുക്കാൻ. ഇനി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാണ്ട് അതിന് വേണ്ടി കുത്തിരിഞ്ഞാണ്. അന്നേരം ഉണ്ട് ഒരുത്തിന് ഇതെന്റെ റൂമിൽ കയറി വന്നിട്ട് ആ ജനലിന്റെ ഉള്ളിൽ കൂടെ. ഇത് ആദ്യമായിട്ടാ ഗൈസ്, ഇന്നേ വരെ ഒരു പൂച്ച പോലെ എന്റെ റൂമിന്റെ അകത്ത് ഇതേപോലെ ജനലിന്റെ ഉള്ളിലോട്ടൊന്നും കയറി വന്നിട്ടില്ല. ഇവന് ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്നെ തപ്പി മണം പിടിച്ചു വന്നതാണ്. ഈ ഓറഞ്ച് കാറ്റിന് മാത്രം ഇങ്ങനത്തെ പ്രശ്നമാണ്, ബാക്കി എല്ലാ കാറ്റും ഭയങ്കര കാമായിരുന്നു. ഓറഞ്ച് കാറ്റ് പണ്ടേ പറയുന്നൊക്കെ ഭയങ്കര ഹൈപ്പറാണ്. അതുപോലെ തന്നെ ഇത് ഞാൻ ആദ്യമായിട്ട് എൻ്റെ റൂമിൽ ഇങ്ങനെ കയറി വന്നത്. അത് മോളിൽ എൻ്റെ ജനലിൻ്റെ ഉള്ളിൽ കൂടെയല്ലോ. വാട്ട്സ് യുവർ പ്രോബ്ലം ബ്രോ? എനിക്ക് തിന്നാനൊന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ്. എടാ കുട്ട, ഇവിടെ എങ്ങനെ കിടന്ന് ഉറങ്ങിക്കോ. ഇവിടെ ഫുഡൊന്നും കാര്യമായിട്ടില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് പാല് കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ ഉമ്മ ഇന്ന് ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് ഉച്ചക്ക് ചോറൊന്നും ഉണ്ടാക്കില്ല. അതുകൊണ്ട് മീൻ കറിയോ അങ്ങനത്തെ സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിന് കൊടുക്കാനായിട്ടുള്ള ഒരു തേങ്ങയും ഇല്ല. പിന്നെ ഇവര് നല്ല ഒന്നും തിന്നൂലല്ലേ, മീനൊക്കെ അല്ലേ തിന്നുള്ളൂ. അതും കഴിഞ്ഞിട്ട് ഞാൻ വർക്കെടുക്കാന്ന് വെച്ച് വന്നപ്പോഴത്തേക്ക് പണ്ടാരടങ്ങി കറണ്ട് പോയി. എനിക്ക് ഈ നാട് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഈ നാട്ടിൽ നിൽക്കാൻ ഇഷ്ടമല്ലാത്തതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്താ പറയുക, ഈ KCBന്റെ പണ്ടാരടങ്ങാനായുള്ള കറണ്ട് ഓഫ് ആക്കൽ. ഒരു ദിവസം എത്ര പ്രാവശ്യമാണ് ഇവർ ഓഫാക്കുന്ന കറണ്ട്? ഇൻവേർട്ടറല്ല, ഒരു തേങ്ങ വെച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു അരമണിക്കൂർ 10 മിനിറ്റെല്ലാണെങ്കിൽ ഓക്കെ, ഇത് ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴാണ് കറണ്ട് ഓഫ് ആക്കുന്നത്. ഇവിടെ ഇൻവേർട്ടർ വെച്ചിട്ട് എന്താക്കാനാ? അങ്ങനെ എനിക്ക് തന്നെ അറിയില്ല ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന്. പണ്ട് ആരോ പറയില്ല, നമ്മൾ ഇതേപോലെ 10 പ്രാവശ്യം കൈമുട്ടി കഴിഞ്ഞാൽ കറണ്ട് വരും. പക്ഷെ ഇപ്പത്തെ KCB അനുസരിച്ചിട്ട് 10 അല്ല, ഒരു 1000 പ്രാവശ്യം കൈമുട്ടിയാലും കറണ്ട് വരും. ഇവർക്ക് എന്നാ പ്രശ്നമോ? കറക്റ്റ് മാസം പൈസ കൊടുക്കുന്നില്ല. വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കുത്തിയിട്ടുണ്ട്. വൈഫൈക്ക് പവർ ബാങ്ക് ഉള്ളതുകൊണ്ട് ഭാഗ്യത്തിന് വൈഫൈ ഓഫ് ആയി പോയില്ല. അങ്ങനെ ഞാൻ എന്റെ ടാബ് എടുത്തിട്ട് നെറ്റ്ഫ്ലിക്സും എടുത്തിട്ട് ഇങ്ങനെ കേഡ്രാമ തപ്പാൻ തുടങ്ങി. അങ്ങനെ ഒരു കേഡ്രാമ കിട്ടി ഭാഗ്യത്തിന്. അങ്ങനെ കറണ്ട് വരുന്നുള്ള പ്രതീക്ഷയിൽ കുത്തിറിന് കേഡ്രാമ വന്നിട്ടുണ്ട്. പക്ഷെ കണ്ടിട്ടും കറണ്ട് വന്നിട്ടില്ല. ലാസ്റ്റ് ഞാൻ ഫുഡും കഴിച്ചിട്ട് കിടന്നുറങ്ങി. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ.